പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സർവേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ കാർഡ് നമ്പർ. അത് മസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഗൂഗിളിൽ പഞ്ചായത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. NREGA.nic.in എന്ന വെബ്സൈറ്റ് വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ MNREGA ഒഫീഷ്യൽ വെബ്സൈറ്റിലെത്തും. അവിടെ പഞ്ചായത്ത് എന്ന് എഴുതിയതിനടിയിലായിട്ട് 4 ഓപ്ഷനുകളുണ്ടാവും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ജനറേറ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റുകളുടെ ലിസ്റ്റിലേക്ക് പോകും. എല്ലാ സ്റ്റേറ്റുകളുടെയും പേരുകളുണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നതിൽ ടച്ച് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ എന്നതിന് നേരെയുള്ള സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ സാമ്പത്തിക വർഷങ്ങളുടെ ഓപ്ഷനുകൾ വരും. അത് നമ്മൾ ഏത് സാമ്പത്തിക വർഷത്തെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത് ആ വർഷത്തിൽ സ്പർശിക്കുക. അപ്പോൾ ആ വർഷം അവിടെ സെലക്റ്റായി വന്നിട്ടുണ്ടാവും. ശേഷം അതിന് താഴെയായിട്ട് സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലകളുടെ പേര് വിവരങ്ങൾ ഇങ്ങനെ വരും. അതിൽ നിന്ന് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. അടുത്തത് ബ്ലോക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ്. ആ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലോക്കുകളുടെ പേരുകളിൽ നിന്ന് നമ്മുടെ ബ്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്തെടുക്കുക. അടുത്ത ബട്ടണിൽ സ്പർശിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് ആ പഞ്ചായത്തുകളുടെ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുക. അതിന് താഴെയായി കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്ത് റിപ്പോർട്ട്സ് എന്ന പുതിയ പേജ് തുറന്നു വരും. ജോബ് കാർഡ് ഓർ രജിസ്ട്രേഷൻ എന്ന ടൈറ്റിലുണ്ടാകും. ആ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ജോബ് കാർഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ജോബ് കാർഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന പേജ് തുറന്നു വരും. നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ സീരിയൽ നമ്പറും ജോബ് കാർഡ് നമ്പറും പേരും ഒക്കെ കാണാം. അപ്പോൾ അത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പേര് എവിടെയാണോ കിടക്കുന്നത് ആ പേര് കണ്ടുപിടിച്ചിട്ട് അതിന് നേരെയായിട്ട് വരുന്ന ജോബ് കാർഡ് നമ്പർ ഉണ്ടാകും. ആ ജോബ് കാർഡ് നമ്പറിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് വരും. അവിടെ ഇതുപോലെ ഇവിടെ കാണുന്ന പോലെ ഒരു നമ്മുടെ കാർഡ് ടൈപ്പായിട്ട് ഇങ്ങനെ വരും.